പക്ഷെ നുണക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒന്നാം സമ്മാനം തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴുള്ള നില. ഈ അടുത്ത ദിവസം അദ്ദേഹം പറയാണ്, ഇലക്ട്രൽ ബോണ്ട് അത് CPIM വാങ്ങിയിട്ടുണ്ട്. എന്തൊരു പച്ച നുണയാണെന്നോ. ഈ രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരസ്യമായി ഇത് അഴിമതിയാണ് എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല ചില്ലിക്കാശ് അതിന്റെ ഭാഗമായി സ്വീകരിക്കില്ല എന്നും പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാ കണക്കും പുറത്തു വന്നപ്പോ 8251 കോടി രൂപയാണ് BJP വാങ്ങിവെച്ചത്. അത്രയില്ല കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസും കുറവല്ല, 1952 കോടി രൂപയാണ് വാങ്ങിവെച്ചത്. ഇത് വാങ്ങി കയ്യിൽ വെച്ചതാണ്. അതിനെക്കുറിച്ച് നേരത്തെ ചില വിമർശനങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, കാരണം ഇത് കൃത്യമായ അഴിമതിയല്ലേ. ആ അഴിമതിയുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്തത്. ഞങ്ങൾക്കും കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാടുണ്ടായുള്ളൂ. BJP സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത്. അതിനെ തള്ളിപ്പറഞ്ഞോ, വേണ്ട എന്ന് പറഞ്ഞോ? എല്ലാം വാങ്ങി കയ്യിൽ സൂക്ഷിക്കാനല്ലേ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ച ഒരു കൂട്ടര് ഇപ്പോ എങ്ങനെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പുറപ്പെടുന്നത്? വലിയ തർക്കം പത്രസമ്മേളനത്തിൽ നടന്നല്ലോ. ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ടാണല്ലോ കണ്ടത്. പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കി? നിങ്ങൾ പറയുന്നത് പച്ച നുണയാണെന്ന് നാടിന് മുഴുവൻ അറിയില്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ച നുണ അവതരിപ്പിച്ച് സ്വയം പരിഹാസ്യനാവുന്നത്? അതല്ലേ സംഭവിച്ചത്. ഇവിടെ നിങ്ങൾക്കറിയില്ലെങ്കിലും രാജ്യത്തിനാകെ അറിയാലോ ഇലക്ട്രൽ ബോണ്ടിന്റെ നിയമസാധുത ചോദ്യം ചെയ്തത് CPIM ആണല്ലോ. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയല്ലോ. നിങ്ങൾക്കറിയോ, അത്തരമൊരു ഹർജി നൽകിയ ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. അപ്പോ ഉറച്ച നിലപാട് CPIM-നുണ്ട് എന്നല്ലേ അത് കാണിക്കുന്നത്. വേറൊരു സംഘടന ഹർജി നൽകിയിരുന്നു, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ആ സംഘടനയും സുപ്രീം കോടതിയിൽ ഈ പറയുന്ന ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകിയിരുന്നു. ഈ പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ എടുക്കാൻ ബോധപൂർവം വിസമ്മതിച്ചത് ഒരേ ഒരു പാർട്ടിയാണ്, അത് CPIM ആണ്. ആ കേസിൽ കക്ഷി എന്ന നിലക്കുള്ള CPIM-ന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ആ കേസിൽ കക്ഷിയായിരുന്ന മറ്റൊരു സംഘടനയുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തത്.
സതീശൻ അറിയില്ലേ ഈ ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ വാങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്? സുപ്രീം കോടതി ഇടപെട്ടവർ അറിയില്ലേ? സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണ് എന്ന് പരസ്യമായി പറഞ്ഞല്ലോ. അപ്പോ അതിനെല്ലാം അടയാക്കിയ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കിയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ബോണ്ട് വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകര് തെളിവ് ചോദിക്കുന്നു. അപ്പോ തെളിവെന്റെ കയ്യിലുണ്ട്, പിന്നീട് തരാം. ഇതിനൊക്കെ പറയേണ്ടത് മറ്റൊരു രീതിയിലാണ്. അതൊന്നും പറയുന്നത് ശരിയല്ലായിരുന്നു. ബഹുമാനായ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് അത് പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത് പറഞ്ഞു നടക്കുകയാണ്. ഇവിടെ CPIM BJP അന്തർധാര നല്ല തോതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണത്തിന്റെ കണക്ക് വന്നപ്പോ ആ അന്തർധാര ശരിക്കും മനസ്സിലായല്ലോ. BJP വലിയ സംഖ്യ, 4-1 കോൺഗ്രസ്. അപ്പൊ ആര് തമ്മിലാണ് അന്തർധാര? ഈ രാജ്യം കണ്ടതല്ലേ DLFന്റെ കേസ്. സതീശൻ അറിയില്ലേ DLF കേസ് യഥാർത്ഥത്തിൽ ആദ്യം ഉന്നം വെച്ചത് ആരെയായിരുന്നു? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര. അദ്ദേഹത്തിനെതിരെയാണ് 2013 ഈ DLF ഭൂമി ഇടപാട് കേസിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ വലിയ പ്രചരണമായിട്ട് BJP അത് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നെ കുറെ നാളത്തേക്ക് അത് നിശ്ചലമായി. രണ്ടാമത് തെരഞ്ഞെടുപ്പ് 2019 വരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ആ കേസിൽ വീണ്ടും അനക്കമുണ്ടാകുന്നത്. 2018 സെപ്റ്റംബറിൽ DLF കമ്പനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു, FIR രജിസ്റ്റർ ചെയ്തു, തുടർ നടപടികൾ ആരംഭിച്ചു. DLFന്റെ ഓഫീസുകളിൽ റെയ്ഡ്, CBIയുടെ റെയ്ഡ്. റോബർട്ട് വധേരയും DLFും തമ്മിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ശക്തമായിട്ട് ഉയരുന്നു. 2023 ഏപ്രിൽ ആകുമ്പോൾ എല്ലാം ശമിച്ചു. ഇതേ ഗവൺമെന്റ്, BJP ഗവൺമെന്റ്, ഹരിയാനയിലാണ്, അവരൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഇവര് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ഏതായിരുന്നു സതീശ അന്തർധാര? ആര് തമ്മിലുള്ള അന്തർധാര ഉണ്ടായത് അറിയില്ലേ? അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു. BJPയുമായി വധേര ഡീലുണ്ടാക്കി, അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാം അവസാനിച്ചത്. പക്ഷേ അന്ന് വേറെ വസ്തുതകളൊന്നും പുറത്തു വന്നില്ല, ഒരു വാർത്ത മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോ CPIMന്റെ ഇടപെടലിലൂടെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും അതിന്റെ വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്ന് സുപ്രീം കോടതി ആജ്ഞാപിക്കുകയും ചെയ്തപ്പോൾ എല്ലാ വിവരങ്ങളും പുറത്തു വന്നു.
അപ്പോഴാണ് ഇതിന്റെ കള്ളി വെളിച്ചത്തായത്. അത് സതീശൻ അറിയില്ലേ? ഇവിടെ CBI റെയ്ഡ് DLF ഓഫീസിൽ നടന്നതിന് ശേഷം ആ കമ്പനി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകി തുടങ്ങി. എത്രയാ മൊത്തം? ഒരു കമ്പനി BJPക്ക് നൽകിയ തുക, ഈ DLF കമ്പനി 170 കോടി രൂപ. ആ 170 കോടി രൂപ കയ്യിൽ വാങ്ങിയപ്പോ DLFനും വധേരക്കും ക്ലീൻ ചിറ്റ്. ഏതാണ് അന്തർധാര, സതീശ? അറിയില്ലേ? ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഇവിടെ തീർന്നോ അത്? ഇലക്ട്രൽ ബോണ്ട് വഴി പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വെളിപ്പെട്ടത്? നിങ്ങൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന്റെ രീതി BJPയിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് നിങ്ങൾ കാണിച്ചില്ലേ? അതല്ലേ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള BJPയുടെ രാജ്യസഭാംഗം CM രമേശ്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഋത്വിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇവിടെ ഈ BJP അംഗത്തിന് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് വലിയ സ്നേഹം. അങ്ങനെ അദ്ദേഹം ഇവർക്ക് കോൺഗ്രസിന് 30 കോടി രൂപയുടെ ഇലക്ട്രിക്കൽ ബോണ്ട് നൽകി. എന്തായിരുന്നു ആ അന്തർധാരയുടെ പിന്നിൽ? BJP അംഗവും കോൺഗ്രസും തമ്മിലുള്ള ഈ അന്തർധാരയുടെ പിന്നിൽ എന്തായിരുന്നു അറിയില്ലേ? എല്ലാവർക്കും അറിയാലോ. ഇപ്പോ ഹിമാചൽ പ്രദേശിലുള്ള ഒരു വൈദ്യുതി പ്രോജക്ട് 1098 കോടിയുടെ നിർമ്മാണ കരാർ ഈ ഋത്വിക് പ്രോജക്ട്സിനാണ് നൽകിയത്. എന്താണ് നിങ്ങളും BJPയും തമ്മിലുള്ള വ്യത്യാസം?